ഹായ് വെൽക്കം ഓൾ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു വാട്ട് ഈസ് റീൽസ്. റീൽസ് അല്ലെ, റീൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. കണ്ടിരിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അല്ലെ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടിരുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട് അല്ലെ. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടൈം ഇതിനു വേണ്ടി നമ്മൾ കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റീൽസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നമ്മൾക്ക് ഒരു ബെനിഫിറ്റിന് വേണ്ടി ഇതെങ്ങനെ യൂസ് ചെയ്യാം. യെസ്, അപ്പോൾ എന്താണ് റീൽസ് എന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ റീൽസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഫീച്ചറാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് റീലായിട്ട് യൂസ് ചെയ്യാം, ഫേസ്ബുക്കിൽ റീലായിട്ട് യൂസ് ചെയ്യാം, യൂട്യൂബിലാണെങ്കിൽ അത് ഷോർട്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരേ വീഡിയോ നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതർ പ്ലാറ്റ്ഫോംസിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ റീൽസ് ഈസ് എ ഫീച്ചർ ഓൺ ഇൻസ്റ്റാഗ്രാം ദാറ്റ് അലൗസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് എ ഷോർട്ട് engaging video set to music and or audio clips. These videos can be up to 60 seconds long and are displayed in a vertical format similar to YouTube. ഓക്കെ, അപ്പോൾ ഇതൊരു 60 സെക്കൻഡ് വരെയൊക്കെ നമുക്ക് റീൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മ്യൂസിക്, ഓഡിയോ ക്ലിപ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം, അതർ ജിഫ് എഡിറ്റിംഗ്, എഫക്റ്റ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ല മനോഹരമായിട്ട് നമ്മുടെ ക്രിയേറ്റീവ് ലെവൽ മാക്സിമം ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല റീൽസ് ഉണ്ടാക്കാം. കാരണം എത്രത്തോളം നല്ല റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും നമുക്ക് എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും, കസ്റ്റമറിനെ ഇഷ്ടപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വോയിസ്, മ്യൂസിക്, ട്രെൻഡിങ് ഓഡിയോസ്, എടുക്കുന്ന സ്റ്റൈല്, യൂസ് ചെയ്യുന്ന എഫക്റ്റുകൾ, വീഡിയോ ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഒന്നും നോക്കരുത്. ഓക്കെ, ദെൻ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റീൽസ് എയിംസ് ടു offer a fun and creative way for users to share content with their followers and discover new accounts. Okay, അപ്പോൾ ഈ റീൽസ് എന്ന് പറയുന്നത് aim to offer a fun and creative ways to users and share content with their followers. നമ്മുടെ കസ്റ്റമേഴ്സിനെ ഫോളോവേഴ്സ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. മാത്രമല്ല പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വീഡിയോ ആൻഡ് റീൽസ് എന്ന് പറയുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ, പിന്നെ ഫേസ്ബുക്കൊക്കെ എടുക്കുകയാണെങ്കിൽ, കാരണം ഒരു പരിധിവരെ നമുക്ക് ഈ വീഡിയോസ് നമ്മുടെ ഓഡിയൻസിന് ലൈക്ക് ആയി കഴിഞ്ഞാൽ അത് നല്ല കമൻസും ലൈക്സും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, കൂടുതൽ ആളുകളിലേക്ക് ഈസി ആയിട്ട് ഇത് ഷെയർ ചെയ്ത് പോകാൻ പറ്റും. അത് ഇൻസ്റ്റാഗ്രാം തന്നെ മാക്സിമം നമ്മുടെ വീഡിയോസ് റീച്ച് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പോകും. ഓക്കെ, അത് ട്രെൻഡിങ് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലേവറേജ് ഓപ്ഷനാണ്. നമ്മുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ കണ്ടന്റ് പ്ലാനിങ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഫുഡ് പോയിന്റുകൾ, അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ, സ്ക്രിപ്റ്റിങ്, ഇതൊക്കെ കറക്റ്റ് ആവുന്നു അല്ലേ. അതുപോലെ തന്നെ നിഷ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൂസ് യുവർ ടോപ്പിക് മസ്റ്റാണ്. സെലക്ട് എ നിഷ ഓർ തീം ദാറ്റ് അലൈൻസ് വിത്ത് യുവർ ബ്രാൻഡ് ഓർ ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മളൊരു ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ബ്രാൻഡിനെ കണക്ട് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് റീലാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മുടെ ടോപ്പിക് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ബ്രെയിൻ സ്റ്റോം ഐഡിയാസ്, നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാൻ പറ്റുന്നോ, എല്ലാവർക്കും ക്രിയേറ്റീവ് ആകാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളത് ചെയ്ത് നല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാൻ എൻഗേജിങ് ആൻഡ് റെലവൻറ്റ് കണ്ടന്റ് ഐഡിയാസ് ദാറ്റ് വിൽ ആൻഡ് റീസണേറ്റ് വിത്ത് യുവർ ഓഡിയൻസ്. ഓക്കെ, നല്ല കണ്ടന്റും നല്ല ക്രിയേറ്റീവ് ആണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് വീഡിയോ ക്രിയേഷൻ. നല്ല കണ്ടന്റ്, നമ്മുടെ ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിക് ഒക്കെ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ക്യാപ്റ്റിവേറ്റിംഗ് സ്റ്റാർട്ട് ബിഗിൻ വിത്ത് എ ഹുക്ക് to their attention within the first few seconds. അതായത് നമ്മൾ 60 സെക്കൻഡാണ്, ഒരു 1 സെക്കൻഡ്, 60 സെക്കൻഡ്, 30 സെക്കൻഡ് വരെ നമുക്ക് റീല് ചെയ്യാം, 50 സെക്കൻഡ് ചെയ്യാം, 60 സെക്കൻഡ് ചെയ്യാം. ഫസ്റ്റ് 6 സെക്കൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വ്യക്തി സ്ക്രോൾ ചെയ്യാൻ എടുക്കുന്ന ഒരു ചെറിയ സമയമാണ്. ആ സമയത്തിനുള്ളിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നമ്മളുടെ വിഷ്വൽ പതിഞ്ഞു കഴിഞ്ഞാൽ, അത് ബെസ്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീഡിയോ കൂടുതലായിട്ട് കാണും. അപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടുന്നത് നമ്മുടെ ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ് എന്ത് ചെയ്യണം, നല്ല ഹുക്ക് പോയിന്റ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എക്സാമിൽ വിജയിക്കണോ എങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് ചിലപ്പോൾ ഒന്ന് സ്റ്റെക്ക് ആവും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്കിന്ന് ഗ്ലോ ആക്കാം വളരെ നാച്ചുറൽ വേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കും. അതല്ലാതെ വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പലരും അത് സ്കിപ്പ് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് ആയിരിക്കണം. യൂട്ടിലൈസ് എഫക്ട്സ് ആൻഡ് ടൂൾസ്. യൂസ് ഇൻസ്റ്റഗ്രാംസ് ബിൽഡിംഗ് എഡിറ്റിംഗ് ടൂൾസ് ആൻഡ് എഫക്റ്റ് ആൻഡ് AR ഫിൽറ്റേഴ്സ് ടു എൻഹാൻസ് യുവർ വീഡിയോസ്. നമുക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അതത് ടൂളുകളിൽ നമുക്ക് ഒരുപാട് എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല എഫക്റ്റുകൾ യൂസ് ചെയ്യാം, മ്യൂസിക് യൂസ് ചെയ്യാം, ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക. അത് ബെസ്റ്റ് ആയിരിക്കും നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ആഡ് മ്യൂസിക് ആൻഡ് ഇൻകോർപ്പറേറ്റ് വോക്കർ ഓർ എ ട്രെൻഡിങ് മ്യൂസിക് ട്രാക്സ് ടു മേക്ക് യുവർ റീൽസ് മോർ എൻഗേജിങ്. നല്ല എൻഗേജ്മെന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മ്യൂസിക്, ട്രെൻഡിങ് മ്യൂസിക്കുകളൊക്കെ യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒന്നാണ് നമുക്ക് നല്ല മ്യൂസിക് ഇഷ്ടപ്പെട്ട് കേൾക്കാൻ താല്പര്യപ്പെടും. രണ്ടാമത് ട്രെൻഡിങ് മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക്കിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളും അതിൽ ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് നമ്മളുടെ വീഡിയോയും കൂടെ ആഡ് ആവുന്നതായിരിക്കും. കാരണം അത് അത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, അത് ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് കയറുന്നു. അപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവുക. ദെൻ ഓപ്റ്റിമൈസ് ഫോർ എൻഗേജ്മെൻറ്റ്. ഹാഷ്ടാഗ്, location tagging, call to action. Or use the relevant hashtag to increase the discoverability and research trending hashtag within your niche. പിന്നെ നമുക്ക് പറയാം ടാഗ് യുവർ ലൊക്കേഷൻ ടു റീച്ച് എ ലോക്കൽ ഓഡിയൻസിന് ആപ്ലിക്കബിൾ. പിന്നെ കോൾ ടു ആക്ഷൻ എന്ന് പറയുമ്പോൾ എൻഗേജ് വ്യൂവർ ഇൻട്രാക്ഷൻ വിത്ത് ക്ലിയർ CTAs, ലൈക്ക്, കമൻറ്റ്സ്, ലൈക്ക്, ഷെയർസ്. ഹാഷ്ടാഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ഷെയർ ചെയ്യുന്നത് അതിനോട് എക്സാക്ട് മാച്ചിങ് ഉള്ള ഹാഷ്ടാഗുകൾ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ട്രാവലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാവൽ കണ്ടന്റ് ആണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും ട്രാവൽ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ, ആ പ്ലേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സാക്ട് കീവേഡുകൾ യൂസ് ചെയ്യാം. പിന്നെ റെലവൻറ്റ് കീവേഡ് അത് ഹാഷ്ടാഗുകളും കൂടി യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് ലൊക്കേഷൻ ടാഗിങ്. നിങ്ങളിപ്പോൾ എക്സാക്ട് ഏത് ലൊക്കേഷനിലാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത്, ഏത് ലൊക്കേഷൻ്റെ വീഡിയോ ആണോ, നിങ്ങളുടെ ഓഫീസാണെങ്കിൽ ഓഫീസിനെ ലൊക്കേഷൻ പ്ലേസ് ചെയ്യുക. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്ലേസ്, നിങ്ങളിപ്പോൾ വയനാട്ടിൽ പോയിട്ടുള്ള പിക്ചറാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ വയനാട് എന്നുള്ള ലൊക്കേഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ കോൾ ടു ആക്ഷൻ എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വീഡിയോ കിട്ടും, നിങ്ങൾക്ക് ഇതുപോലെ വയനാട്ടിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തുകൊണ്ട് ഞാനിതിന് ബെസ്റ്റ് റൂട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ പാക്കേജ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു കോൾ ടു ആക്ഷനാണ്. ഓക്കെ, കസ്റ്റമറെ എൻക്വയറി ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണോ എങ്കിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഈ ടെക്നിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യൂ. ഇങ്ങനെ നമുക്ക് കോൾ ടു ആക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നീ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ, റീൽസ്, പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ റെഗുലർ പോസ്റ്റിംഗ്, മെയിൻറ്റെയിൻ ചെയ്യുക കൺസിസ്റ്റന്റ് പോസ്റ്റിംഗ് ഷെഡ്യൂൾ ടു കീപ് യുവർ ഓഡിയൻസ് എൻഗേജ്ഡ് ആൻഡ് അട്രാക്ട് ന്യൂ ഫോളോവേഴ്സ്. ആൻഡ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, experiment and learn. Test different content styles and monitor analytics to understand what resonate best with your audience. അതായത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതാണ്, അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇടുന്ന എല്ലാ പോസ്റ്റും റീച്ച് ആകുന്നില്ല, വീഡിയോയും റീച്ച് ആകുന്നില്ല. അപ്പോൾ ഇടുന്ന ഒരു പോസ്റ്റിൽ നിന്ന് നോക്കുക ഏതാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്, എന്താണ് ബെനിഫിറ്റ്, അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത പോസ്റ്റ് ഇടുക. അത് എങ്ങനെയാണ് 2-3 പോസ്റ്റ് ഇടുമ്പോൾ അതിൽ ഏതാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത്, അത് ആ ടോപ്പിക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ്. സോ നിങ്ങൾ ആ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ ടോപ്പിക്കുകൾ കൂടുതൽ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. അപ്പോൾ 5th പോയിന്റ് ആണ്, നമ്മുടെ ഓഡിയൻസുമായിട്ട് നന്നായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു വീഡിയോയ്ക്ക് ആരെങ്കിലും കമൻറ്റ് ഇടുകയും ലൈക്ക് ഇട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യുക അവരായിട്ട്. അത് തിരിച്ച് ലൈക്ക് കൊടുക്കുക, തിരിച്ചിട്ട് കമൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ കറക്റ്റായിട്ട് പ്രോംപ്റ്റായിട്ട് കൊടുക്കുക. കൊളാബറേറ്റ്, നമുക്ക് പാർട്ണർ വിത്ത് അതർ ക്രിയേറ്റേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ടു റീച്ച് ന്യൂ ഓഡിയൻസ് ആൻഡ് ക്രോസ് പ്രൊമോട്ട് കണ്ടന്റ്. അതായത് നമ്മളൊരു കണ്ടന്റ് ചെയ്തു, ആ കണ്ടന്റ് മറ്റു ഇൻഫ്ലുവൻസേഴ്സായിട്ടോ മറ്റു ക്രിയേറ്റേഴ്സായിട്ടോ നമുക്ക് കൊളാബ് ചെയ്യാം. അതുവഴി പുതിയ പുതിയ ഓഡിയൻസിനെ ഫൈൻഡ് ചെയ്യാനും പുതിയ പുതിയ ഓഡിയൻസ്, ലൈക്സ്, ഫോളോവേഴ്സ് ഒക്കെ കിട്ടാനും നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ 6 എന്ന് പറയുന്നത് ഷെയർ എ പ്രൊമോഷൻ, ഷെയർ ടു ഫീഡ് ആൻഡ് സ്റ്റോറീസ്. നമുക്ക് പ്രൊമോഷൻ അനുസരണം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റുകൾ ഷെയർ ചെയ്യാം, സ്റ്റോറീസ് ആക്കാം, ഫീഡായിട്ട് ഷെയർ യുവർ റീൽസ് ടു യുവർ ഇൻസ്റ്റഗ്രാം ഫീഡ് ആൻഡ് സ്റ്റോറി മാക്സിമൈസ് വിസിബിലിറ്റി. കൂടുതൽ ആളുകളിലേക്ക്, പുതിയ ഓഡിയൻസിലേക്ക് എത്താൻ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ക്രോസ് പ്രൊമോട്ട്,
promote your reels on other social media platforms to expand your reach. അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. Then monitor performance, അനലറ്റിക്സ് ആൻഡ് അഡ്ജസ്റ്റ് സ്ട്രാറ്റജീസ്. അതായത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പെർഫെക്റ്റ് ആവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല, അതിന് വേണ്ട മാറ്റങ്ങൾ കൊടുക്കണം. അത് അനലൈസ് ചെയ്യണം, പ്രോപ്പറാണോ ചെയ്യുന്നത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? യൂസ് ഇൻസ്റ്റഗ്രാം ഇൻസൈറ്റ് ടു ട്രാക്ക് പെർഫോമൻസ് മെട്രിക്സ് സച്ച് ആസ് വ്യൂസ്, ലൈക്ക്, ഷെയർസ് ആൻഡ് ഓഡിയൻസ് ഡെമോഗ്രഫിക്സ്. അതിന് നമ്മൾ എക്സാക്ട് ഓഡിയൻസ് ആണോ, ഷെയർ പോകുന്നുണ്ടോ, ലൈക്ക് വരുന്നുണ്ടോ, കമൻറ്റ് വരുന്നുണ്ടോ, ഏത് ലൊക്കേഷനിലാണ് വീഡിയോ റൺ ആവുന്നത്, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ പെർഫോമൻസ് എപ്പോഴും മോണിറ്റർ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ അനലിറ്റിക്സ് ആൻഡ് റിഫൈൻ യുവർ കണ്ടന്റ് സ്ട്രാറ്റജി ടു ഒപ്റ്റിമൈസ് എൻഗേജ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രാറ്റജീസ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ നമ്മുടെ പേജിന് ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്തുന്നതിന് വേണ്ടി പുതിയ ടാക്ടിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം സ്ട്രാറ്റജിയിലേക്ക് കൂടുതൽ വ്യൂസ്, ഫോളോവേഴ്സ്, കൂടുതൽ കസ്റ്റമർ അറ്റൻഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും ബെസ്റ്റാണ് മോണിറ്ററിങ് എന്നുള്ളത്. കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്, നമ്മുടെ പേജിൻ്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് റീൽസ് എന്താണ്, റീൽസ് എങ്ങനെയാണ് റീൽസ് വർക്ക് ചെയ്യുന്നത്, സ്ട്രാറ്റജി എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഫൈനലി കൺക്ലൂഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും റീൽസ് കാണുന്നുണ്ടല്ലേ, ഒരുപാട് റീൽസ് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു റീല് കാണാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 10 റീലെങ്കിലും നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ നോക്കേണ്ടത്. കാരണം എന്തുകൊണ്ട് നിങ്ങൾ ഒന്നിന് പുറകെ ഓരോ റീൽസും കാണുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് തന്നെയാണ്, അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സക്സസ്ഫുൾ ആവുന്ന ബെസ്റ്റ് solution. Instagram Reels offers a powerful platform to showcase activity. അതായത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറയുന്നത്. കാരണം കൂടുതൽ ആളുകളിലേക്ക് ഈസി ആയിട്ട് എത്താൻ, ക്രിയേറ്റിവിറ്റി ഷോ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ് ആൻഡ് ഗ്രോ യുവർ ബ്രാൻഡ് പ്രസൻസ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, എൻഗേജ് യുവർ ഓഡിയൻസ് ആൻഡ് ഗ്രോ ബ്രാൻഡ് പ്രസൻസ്. It's amazing. By implementing a strategic approach to content creation and optimization and engagement, you can effectively leverage reels to increase visibility, attract followers, and drive meaningful interactions on Instagram. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പേജ്, റീൽസ് ഇതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് കൂടുതൽ ആളുകൾ കാണുന്നു എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റിയാണ് കിട്ടുന്നത്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഡ്രൈവ് മീനിങ് ഇൻട്രാക്ഷൻസ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.